ഹലോ ഒരുപാട് നമസ്കാരം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞ സിനിമയുടെ വിശേഷങ്ങൾ അറിയാനാണ്. നമ്മളുടെ കൂടെ ഉള്ളത് വൈഷ്ണവാണ്. വൈഷ്ണവ്, ഹലോ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. എന്താ കുറുപ്പ് എന്ന് പറഞ്ഞ സിനിമയിൽ തുടങ്ങി ഇപ്പോൾ ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് അവിടെ വന്ന് നിൽക്കുന്നത്, എങ്ങനെയുണ്ടായിരുന്നു ഇത്ര നാളത്തെ ഒരു ജേണി? നന്നായി ആഗ്രഹിച്ചു വന്നത് തന്നെയാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കുറേ നാൾ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടായിരുന്നു നടന്നു വർക്ക് ചെയ്തു, എല്ലാം സിനിമയിലെല്ലാം. ഇപ്പോൾ കുറുപ്പിലെല്ലാം ജൂനിയർ ആയിരുന്നു. അതിനുശേഷം പേരിലു പ്രീമിയർ ലീഗിൽ വന്നു, അതിലാണ് ഒന്ന് രജിസ്റ്റർ ചെയ്ത്. ഇപ്പോൾ സുകുമാരക്കുറുപ്പിൽ എത്തി. വൈഷ്ണവിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്താണെന്ന് പറയുക, പുള്ളിക്കാരൻ്റെ ഹൈറ്റാണ്. നേരത്തെ നമ്മൾ അതിൽ കൂടെ നടന്നപ്പോഴല്ല തലേക്ക് മുകളിൽ ഇടിക്കാൻ വേണം, അത്ര ഹൈറ്റ് ഉണ്ട്. എത്രയാണ് ശരിക്കുള്ള ഹൈറ്റ്? 6.5 ഉണ്ട്. നമ്മുടെ ബാബുവാനി പുള്ളിക്കാരൻ്റെ ഹൈറ്റാണ് അല്ലേ? ഏകദേശം പുള്ളിനേക്കാളും ഹൈറ്റ് ഉണ്ട്. അപ്പോൾ മലയാള സിനിമയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഉള്ള ഒരാളാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. ഇതിലെ ക്യാരക്ടർ എന്താണ്? പോട്ടർ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പിലെ ആ ഗാങ്സിലെ ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു കോമഡി പരിപാടിയാണ്. അപ്പൊ കുറുപ്പ് എന്നൊക്കെ ഇട്ടിട്ട് മറ്റേത് അല്ല, സുകുമാരക്കുറുപ്പ് എന്നുള്ള പേരൊക്കെ വെച്ചിട്ട് ഒരു കോമഡി ഗാങ് ആണ് അപ്പൊ നിങ്ങളുടെ. അത് ശരി. ഇതില് മറ്റേ സുകുമാരക്കുറുപ്പായിട്ട് അറിയപ്പെടുന്നതിൽ അബൂക്കാണ് ചെയ്തേക്കുന്നത്. ഇതില് പേരെന്താ, ക്യാരക്ടറിന്റെ പേരെന്താ? പോട്ടർ. ഹാരി പോട്ടർ. ഓ, അതിലെ ഹരി എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ നമ്മുടെ സൂര്യകൃഷ്ണൻ. ഹരി എന്നുള്ള വ്യക്തി ഹരിയായി, ഹരി പോട്ടർ ആക്കി. അവൻ ഹരിന്നും ഞാൻ പോട്ടർ, അങ്ങനെ ഒരു ഹാരി പോട്ടർ എന്നുള്ള പോലെ ഒരു ഇത് പിടിച്ചേക്കുന്നത് ആണല്ലേ. ഇതിൽ ബാക്കി കൂടെയുള്ള ആരൊക്കെയാണ്? സൂര്യകൃഷ്, പിന്നെ ഷാജി കൈലാസ് സാറിന്റെ മോൻ റുഷിൻ ഷാജി കൈലാസ്, പിന്നെ നമ്മുടെ സിനോജ് വർഗീസ് ചേട്ടനുണ്ട്, അബൂക്ക, ഇനിയ മാം, ടിനി ടോം ചേട്ടൻ, ശ്രീജിത്ത് രവി ചേട്ടൻ, അങ്ങനെ കുറച്ചധികം കാസ്റ്റ് ഉണ്ട്. ഇതിലെ മെയിൻ ഹീറോ എന്ന് പറയുന്നത് റുഷിൻ ഷാജി കൈലാസ് സാറിന്റെ മോനാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. അത് ശരി. പക്ഷെ പേര് വേറൊരാളുടെ പേരിലാണ് സിനിമ. ടൈറ്റിൽ ക്യാരക്ടർ പുള്ളിക്കാരന്റെ അച്ഛൻ വല്ലതാണോ? അച്ഛനല്ല, പുള്ളി ഞങ്ങളുടെ ഒരു ഗോഡ് ഫാദർ പോലെ. എല്ലാവരും. അത് ശരി. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? കേക്കട്ടെ. വേറെ എന്താ, ഇങ്ങനെ ഇപ്പൊ ഇനി പുതിയ സിനിമകൾ ഏതൊക്കെയാണ്? ഡിയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞൊരു സിനിമ ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്, നയൻതാര മാമിന്റെ. ഇനിയെല്ലാം ഓണം ഒന്നേയുള്ളൂ. ഇപ്പൊ ഓൾമോസ്റ്റ് 10 പടത്തിൽ അഭിനയിച്ചില്ലേ? എങ്ങനെയാണ് സിനിമയിലോട്ടൊരു എൻട്രി വന്നത്? ഞാൻ ഫസ്റ്റ് കുറുപ്പിൽ ഞാൻ ഓഡീഷനായിരുന്നു. കുറുപ്പായിരുന്നു ആദ്യത്തെ. കുറച്ച് പടങ്ങളിലെല്ലാം ഓഡീഷൻ പോയി, ആദ്യമെല്ലാം റിജക്റ്റഡ് ആയി, പിന്നെ കുറുപ്പിൽ സെലക്ട് ആയി. അതിനുശേഷം കുറച്ച് സിനിമകൾ ഇങ്ങനെ ജൂനിയറായി കോണ്ടാക്ട്സ് ഒക്കെ വെച്ച് വിളിച്ച് പിന്നെ അത് കഴിഞ്ഞ് പേരിലു പ്രീമിയർ ലീഗ് വരുമ്പോൾ ചീഫായിരുന്നു, കുറുപ്പിന്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു പ്രവീൺ ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്. ആ ചേട്ടനാണ് ഡയറക്ടർ പേരിലു പ്രീമിയർ ലീഗിൽ. അപ്പോൾ ആ കോണ്ടാക്ട് വെച്ചിട്ട് പേരിലു പ്രീമിയർ ലീഗിൽ നല്ലൊരു ക്യാരക്ടർ കിട്ടി. അങ്ങനെ അവിടെ നിന്ന് വഴി മാറി. ഈ സിനിമയില് വേറെ ആരെങ്കിലും ഉണ്ടോ? ഫാമിലിയിൽ നിന്ന് എന്തെങ്കിലും ആയിട്ട് ആരെങ്കിലും കണക്ഷൻ ഒന്നുമില്ല? അപ്പൊ ഒറ്റക്ക് വഴിവെട്ടി വന്നവനാടല്ലേ? എങ്ങനെ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ എന്തോരം വ്യത്യാസം തോന്നുന്നുണ്ട്? ഇപ്പോ സെറ്റിലേക്കൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതിയും കാര്യങ്ങളെല്ലാം മാറ്റമുണ്ട്. കുറച്ചും കൂടെ കെയർ ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു ചേഞ്ച് അത്രയൊക്കെ തന്നെ ഉള്ളൂ. അല്ലാതെ വലിയ പ്രത്യേകതയൊന്നും തോന്നിയിട്ടില്ല. നാട്ടില് എന്താണ്, നാട്ടിലും വീട്ടിലൊക്കെ വില മാറിയിട്ടുണ്ടാവില്ലേ? കുറച്ചൊക്കെ. നാട്ടിലൊക്കെ ഇപ്പൊ എല്ലാവർക്കും സിനിമയുടെ കാര്യങ്ങൾ ചോദിക്കാനാണ്. പണ്ടൊക്കെ ചിലപ്പോ തമാശക്കായാലും കളിയാക്കിയിരുന്നവരിപ്പോ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങി. എത്ര വർഷമായി ഇപ്പൊ ഈ ഫീൽഡിൽ? ഇപ്പൊ ഒരു 6 വർഷമായിട്ടുണ്ട്. ഒരു +1 പഠിക്കുമ്പോഴായിരുന്നു, +2 പഠിക്കുമ്പോഴായിരുന്നു. അപ്പൊ തുടങ്ങി സിനിമയിൽ അഭിനയിക്കണം എന്നാണ് ചെറുപ്പത്തിലുള്ള ആഗ്രഹം വരുന്നത്? ഞാൻ കുഞ്ഞായിരുന്നു പോയിട്ട് ആഗ്രഹമാണ്. ശരി. എന്തായാലും അടിപൊളിയായി. ഇപ്പൊ ഇത്രയും നല്ല ലെവലിലേക്ക് എത്തി, ഇനിയും ഒരുപാട് ഉയരങ്ങളിലോട്ട് എത്തട്ടെ. അപ്പൊ ഈ സിനിമനെ പറ്റി പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഈ സിനിമ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു 5 പേരെ കഥയായിട്ടാണ് വരുന്നത്. കോഫി ഷോപ്പ് നടത്തുന്ന ഒരു 5 പേരാണ് ഞങ്ങളുടെ ഒരു ഗോഡ് ഫാദർ പോലെയാണ് അബു സലീമിക്ക് വരുന്നത്. പുള്ളിയുടെ പേരാണ് സുകുമാരക്കുറുപ്പെന്ന്. അപ്പോൾ ഒരു ഫൺ പരിപാടിയാണ്. ഞങ്ങൾക്ക് വരുന്ന കുറച്ച് പ്രശ്നങ്ങളും അതിനെ ചുറ്റിപ്പറ്റി പോകുന്ന ഒരു കഥയായിട്ടാണ് പോകുന്നത്. ഒരു കോമഡി ആക്ഷൻ പരിപാടികളാണ് പിടിച്ചേക്കുന്നത്. ഒരു എൻ്റർടൈനർ തന്നെയാണ്. ചെറിയ പടമാണ്, എന്നാലും എല്ലാവരും എൻ്റർടൈൻ ചെയ്യിക്കുന്നു തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇനി ബാക്കി എല്ലാവരും കണ്ട് എങ്ങനെയാണ് അഭിപ്രായം എന്നുള്ളത് പറയാം. സിനിമ ഇറങ്ങുന്ന ഡേറ്റ് എന്നാണ്? സെപ്റ്റംബർ 13 ഇറങ്ങുന്നത്. ഓണം റിലീസായിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഓണത്തിന് നമുക്ക് ഒരുപാട് സിനിമകളുണ്ട്. അതിൽ ഇവരുടെ ഒരു സിനിമയും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ
നമ്മളുടെ ഒരു ഇട്ട് കഴിഞ്ഞാൽ അതിൽ കുറേ കറികൾ പോലെ തന്നെ ഇത് ഇവരുടെയും സിനിമ ഒരു കറിയായി തന്നെ മാറട്ടെ. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്, എല്ലാം അടിപൊളിയായിട്ട് വരട്ടെ. താങ്ക് യു. ഓക്കെ. വൈഷ്ണവിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്താണെന്ന് പറയുക, പുള്ളിക്കാരൻ്റെ ഹൈറ്റാണ്. നേരത്തെ നമ്മൾ അതിൽ കൂടെ നടന്നപ്പോഴല്ല തലയൊക്കെ മുകളിൽ ഇടിക്കാൻ വേണം, അത്ര ഹൈറ്റ് ഉണ്ട്. എത്രയാണ് ശരിക്കുള്ള ഹൈറ്റ്? 6.5 ഉണ്ട്. നമ്മുടെ ബാബുവാണെങ്കിൽ പുള്ളിക്കാരൻ്റെ ഹൈറ്റാണോ അല്ലേ? ഏകദേശം പുള്ളിനേക്കാൾ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ മലയാള സിനിമയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹൈറ്റുള്ള ഒരാളാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്.